അല്ലേ 4 തരം ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ 2 സവോള ചെറുതായി അരിഞ്ഞതും അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചെറിയൊരു ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. 2 ടേബിൾ സ്പൂൺ മൈദയും ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു നുള്ള മഞ്ഞളും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കടലമാവാണ്. 2 ടേബിൾ സ്പൂൺ കടലമാവും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ഇതാ കുറച്ച് നനവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതാ ഇങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് ചൂടായി വരുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ടിത് 2 വശവും ഇതുപോലെ മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് ഇതാ എണ്ണയിൽ നിന്ന് കോരി എടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നല്ലൊരു പലഹാരമാണ്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളതും മുഴുവനായി അതുപോലെ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കുന്നത് ഒരു സാൻഡ്വിച്ചാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ല ഒന്നിങ്ങനെ ഉടച്ചെടുക്കുക കേട്ടോ. കുറച്ച് കനം കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കഷ്ണം ചിക്കനാണ്, അത് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വേവിച്ച ചിക്കനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസ് കൂടി ചേർക്കുകയാണ്. കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ടിതൊന്ന് നല്ല കൈ വെച്ചിട്ടൊന്ന് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ബ്രെഡ് ഞാൻ ഒന്ന് ആവി കൊള്ളിച്ചതാണ്. ആവി കൊള്ളിച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി ആ ബ്രെഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കട്ടെ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് ഞാൻ മയോണൈസ് ഒരു മുട്ട വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും 2 വെളുത്തുള്ളി, കുറച്ച് ചെറുനാരങ്ങ നീരും, ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും പഞ്ചസാരയും ഉപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. നമുക്ക് ഇതിൽ ചേർക്കാനാണ്. അപ്പോൾ ഒരു 2 പ്രാവശ്യമൊക്കെ കറക്കിയെടുക്കുമ്പോഴേക്കും നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. പെർഫെക്റ്റായി കിട്ടണമെന്നൊന്നുമില്ല. ഇതിൽ ഒഴിച്ചെടുക്കാനുള്ളതല്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇന്നില്ലേ പരിപ്പ് വടയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. പരിപ്പ് വട തയ്യാറാക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ ടേസ്റ്റിയായ പരിപ്പ് വട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1.5 കപ്പ് പരിപ്പ് ഞാൻ എടുത്തിട്ട് 2 മണിക്കൂർ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ നമുക്കൊന്ന് മൂടി വെക്കാം. അതിനുശേഷം നമുക്കതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി വലിയ ജീരകം 1 ടീസ്പൂണ്, 2 വറ്റൽമുളക്, 1 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. വടപ്പരിപ്പ് തന്നെ വാങ്ങിച്ചിട്ട് വേണം കേട്ടോ തയ്യാറാക്കാം. കറി വെക്കുന്ന പരിപ്പൊന്നും ഇടരുത്. ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച പരിപ്പ് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ മുഴുവനായും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല
ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 10-20 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു സവോള, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതാ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്, അതുപോലെ തന്നെ സവോളയും ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. അതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇതായി അരിഞ്ഞ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതാ കറിവേപ്പില ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിന്ന് ഞാനൊരു പിടി പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പുതിർത്തിയ പരിപ്പ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പരിപ്പൊക്കെ കൂട്ടിയാൽ ചിലവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ വെളുത്തുള്ളി ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളിൻ്റെയും അതുപോലെ തന്നെ ആ ഉണക്കൽ മുളകും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. ചെറിയ ഉരുളകളാക്കി ഇതുപോലെ കയ്യിലൊന്ന് കുറച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. നല്ല കട്ടി വേണ്ട, കുറച്ചൊന്ന് കനം കുറച്ച് പരത്തുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കട്ടിയായാൽ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനൊക്കെ പണിയാവും. അപ്പോൾ നല്ലൊന്ന് കുറച്ച് കനം കുറച്ച് പരത്തിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല മൊരിഞ്ഞ് വരുമ്പോൾ കറുമുറാന്ന് കടിച്ച് തിന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു വശം വെന്ത് വന്നാൽ നമുക്ക് മറ്റേ വശവും ഇതുപോലെ വേവിച്ചെടുക്കുക. 2 വശം നല്ല മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഫുള്ള് തീയിലിട്ടാൽ നമുക്ക് വെന്ത് കിട്ടൂല, പുറം കരിഞ്ഞ് കിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അത് 2 വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണ്. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു. ഇതാ നല്ല മൂത്ത നേന്ത്രക്കായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ തോലിങ്ങനെ കളഞ്ഞെടുക്കണം കേട്ടോ. നല്ല മൂത്ത കായ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല മൂത്ത കായ ഇട്ട് തന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇപ്പോൾ ഇതുപോലെ മുഴുവനായും ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്.
എന്നിട്ട് ചട്ടിയിൽ എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം അതുപോലെ ഇതിലേക്ക് ഇങ്ങനെ ചെത്തിയിട്ട് കൊടുക്കുക കേട്ടോ. എണ്ണയിലേക്ക് തന്നെ നേരിട്ട് ഇങ്ങനെ ചെത്തിയിട്ട് കൊടുക്കുക. ഇത് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊന്ന് ആയതിന് ശേഷം ഒരു 2-3 മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം വെച്ചെടുത്താൽ നല്ല ചിപ്സ് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ആ ഒരു സൗണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് വെള്ളം തെളിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ വെള്ളമാണ് കേട്ടോ നമ്മൾ ചിപ്സിലേക്ക് തെളിച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ ചിപ്സ് നല്ല ആയി വന്നിട്ടുണ്ട്. ആ ഒരു സൗണ്ട് നല്ലൊരു സൗണ്ടൊക്കെ വരലെടുത്തി. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം തളിച്ച് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് 2 സ്പൂണ് വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഉപ്പും മഞ്ഞളും മിക്സാക്കിയ വെള്ളമാണ്. അത് ഒഴിച്ച് കൊടുത്ത് ആ വെള്ളത്തിൻ്റെ ആ പൊട്ടലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ല, ഇതുപോലെ മാറ്റുക. നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിപ്സ്. അപ്പോൾ ഇങ്ങനെ മൂത്ത വാഴക്കൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയായ ചിപ്സ്. പിന്നെ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടി ചെത്തിയിടുകയാണ്. വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ മഞ്ഞളും കൂടിയുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ട്, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ട് വരും. ആ സൗണ്ട് നിന്നതിന് ശേഷം നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. വൈകുന്നേരങ്ങൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്കുകളാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. എൻ്റെ റെസിപ്പികൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ.